ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് TP3110D ആംപ്ലിഫയർ ബോർഡാണ്. ഇതൊരു ക്ലാസ് D ബോർഡാണ്. ടോട്ടൽ 30 വാട്ടാണ് ഇതിന് ഔട്ട് വരുന്നത്. അതായത് മോണോ 30 വാട്ട്സ് പെർ ചാനൽ 15 ആണ് ഇതിന് ഔട്ട്പുട്ട് വരുന്നത്. ഇതിൻ്റെ RMS റേറ്റിംഗ് മാക്സിമം ഒരു 15 വാട്ട് അത്രേ ഉള്ളൂ പെർ ചാനൽ. പക്ഷേ നല്ലൊരു ബോർഡാട്ടോ. 15 വാട്ട്സ് ഉള്ളൂ എങ്കിൽ പോലും നല്ല ക്വാളിറ്റി ഉള്ളൊരു ഔട്ട്പുട്ട് നമുക്കിതിൽ നിന്ന് കിട്ടും. ഇനി ഇതിൻ്റെ കണക്ഷൻസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ലെഫ്റ്റ് സ്പീക്കർ ചെയ്യാനുള്ളൊരു പോയിൻ്റാണ്. അവിടെ ഞാൻ സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് റൈറ്റ് സ്പീക്കർ ഇവിടെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഡിയോ ഇൻപുട്ട് ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട്. ഇത് പോസിറ്റീവ് നെഗറ്റീവ് സിംഗിൾ സപ്ലൈ ആണ്. ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞൊരു 12 വോൾട്ട് 5 ആംപിയർ ആണ് ഞാൻ ഇതിൽ കണക്ട് ചെയ്തേക്കുന്നത്. ഇത് 8 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെ ഇതിൽ കണക്ട് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു PCB ആണ്. കാഴ്ചയിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോർഡാണ്. കാഴ്ചയിൽ തന്നെയല്ല, പെർഫോമൻസിലും ഒട്ടും മോശമല്ല. 15 വാട്ടേ ഉള്ളൂ എന്ന് കരുതി നമ്മൾ തീരെ വാട്ടേജ് കുറവാണല്ലോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്കിതിൽ നിന്ന് കിട്ടും. പിന്നെ ഇതിലിപ്പോൾ ഞാൻ കണക്ട് ചെയ്തേക്കുന്ന നമ്മുടെ 4 ഇഞ്ച് ചെറിയ 20 വാട്ടിൻ്റെ ചെറിയ ഊഫറാണ്. അതും ഒരു ട്യൂട്ടറും ഉണ്ട്. കാണാമോ എന്നറിയില്ല. ഇവിടെ ഒരെണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു USB മൊഡ്യൂൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു വോളിയം കൺട്രോളർ ഉണ്ട്. ഇത്രയും ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എങ്ങനെയുണ്ട് ഔട്ട് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് തന്നെ നോക്കാം. നമ്മളിപ്പോൾ അത് Cause you say those things, then shut me out. Got no clue what you have found. I'm a rose that thorns, but you cut me down. It's wrong, I can't make right. I love the bad boys and myself. The kisses that it's wrong, I can't make right. Slipping off in the moonlight and I'm not you.
അപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ബോർഡാണ്. പിന്നെ നല്ലതുപോലെ ഹീറ്റാവുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂ നല്ലതുപോലെ ഉണ്ട് ബോർഡിന്. ഇഷ്യൂ അല്ല, ഈ ക്ലാസ് ഡി ആണ്. നല്ലതുപോലെ ചൂടാവും ബോർഡ്. എല്ലാ കമ്പോണൻസും നല്ലപോലെ ഹീറ്റാവുന്നുണ്ട്. കുഴപ്പമില്ല. ഒരു ഫാൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമുള്ള ചൂടല്ല അത്. ഏകദേശം ഒരു 70 ഡിഗ്രിയോളം ഇതിൻ്റെ ഒരു വർക്കിംഗ് ടെമ്പറേച്ചർ ഉണ്ടാവും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക.